ഹിന്ദുക്കൾക്ക് ഒരു ക്ഷേത്രം, ഒരു കിണർ, ഒരു ശ്മശാനം, ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് RSSന്റെ സർസംഘചാലകൻ ഡോക്ടർ മോഹൻജി ഭാഗവതാണ്. എന്താണ് സാർ ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ള കാരണം? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം? ഇത് തന്നെയാണ് വേണ്ടത്. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ എന്ന ചണ്ടാലഭിക്ഷികയുടെ ചോദ്യം ഇന്ത്യയിൽ ഇനി മുഴങ്ങാൻ പാടില്ല, ഒരിക്കലും മുഴങ്ങാൻ പാടില്ല. പോയ ഒരു കെട്ടകാലത്തിൻ്റെ ആ വിസ്മൃതിയിൽ നിന്ന്, അതിൻ്റെ ഓർമ്മകളിൽ നിന്ന് രാഷ്ട്രം വിമോചിതമായിട്ട് ദുരാചാരങ്ങളിൽ നിന്ന് കെട്ടഴിച്ചു വിടുന്ന ഒരു നവോത്ഥാന ശക്തി തന്നെയാണ് RSS എന്ന് പറയുന്നത്. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അത് സവർണ ബ്രാഹ്മണരുടെ പാർട്ടിയാണെന്നൊക്കെ പറയുന്ന വിഡ്ഢികൾക്കറിയില്ല. ജാതിപ്പേര് ഉപയോഗിക്കാത്ത ഒരു പ്രസ്ഥാനമാണ്, ജാതിപ്പേരിനെ നിരുത്സാഹപ്പെടുത്തുന്ന, സംഘാംഗത്തിൻ്റെ ജാതി ഏതെന്ന് ചോദിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് നെഹ്റുവും ഗാന്ധിയും ഒക്കെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ബഹുമാനിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണെന്ന്, ഇത് RSSനെ മഹാത്മാഗാന്ധിയെ കൊന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഞാൻ RSSൻ്റെ ഒരാളോ അതിൻ്റെ ഒരു വക്താവോ അല്ല. പക്ഷേ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമുക്ക് ശ്ലാഘിക്കാതിരിക്കാനും കഴിയില്ല. സേവനമാണ്. രാഷ്ട്രീയ ദുർമോഹങ്ങളൊന്നുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ആ രാഷ്ട്രീയ വ്യാമോഹങ്ങൾ ഇതുവരെ കടന്നു കയറിയിട്ടില്ലാത്ത, എന്നിട്ടും അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പ്രസ്ഥാനങ്ങളും അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കൈകാര്യം ചെയ്തിട്ടും ഒരു അഴിമതിയും തീണ്ടിയിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് RSS മാത്രമാണ്. ഞാനൊരു RSSൻ്റെ ഒരു ആരാധകനായതുകൊണ്ടോ ഒന്നും പറയുന്നതല്ല, അതൊരു യാഥാർത്ഥ്യമാണ്, കണ്ണു തുറന്ന് കാണേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അടുത്ത കാലത്താണ് ശരത് പവാർ ചോദിച്ചത് RSSനെ പോലൊരു പ്രസ്താവന നമുക്ക് ഇന്ത്യ മുന്നണിക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്ന്. അത്ര അസൂയാർഹമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു പാരമ്പര്യം പുലർത്തുന്ന, അതിൻ്റെ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതെ, ബാലാ സാഹബ് ദേവറസിൻ്റെ കാലത്ത് പോലും ഇതുപോലെ മുസ്ലിങ്ങളെ കൂടി RSSലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം ആലോചിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്. കാരണം മതാതീതമായി ദേശീയത പുലർത്തുന്ന ഒരു സംഘടനയായിട്ട് ഉള്ള അതിൻ്റെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഒരു മുസ്ലിം വിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ സംഘടനയാണിതെന്ന് ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ഹിന്ദുക്കൾ തന്നെ ഉണ്ടല്ലോ, അവരാണ് കൂടുതലും പ്രചരിപ്പിക്കുന്നത്. അതുപോട്ടെ, അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. കാരണം ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ പറ്റില്ല. ഈ സന്ദർഭത്തിലാണ് അലിഗഡിൽ വെച്ചിട്ട് ഈ RSS സർസംഘചാലകമായിട്ടുള്ള ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞത്, ഒരു ക്ഷേത്രം, ഒരു കിണർ, അതുപോലെ ഒരു ശ്മശാനം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് മഹാനായ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെയുള്ള ഒരു സൂക്തമാണിത്. ഇന്ത്യ മൊത്തം കൈയടിച്ചുകൊണ്ട് ഈ നവോത്ഥാന സൂക്തത്തെ, വാക്യത്തെ ഏറ്റെടുക്കേണ്ടതെന്ന് ഞാൻ പറയും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദോഷം, അതിൻ്റെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് പ്രധാന കാരണമായിട്ടുള്ളത് ഹിന്ദുമതം പ്രോത്സാഹിച്ചു വന്ന ജാതീയ ഉച്ചനീചത്വമാണ്. ജാതി കുഴപ്പമില്ല, വർണ്ണാശ്രമ ധർമ്മവും കുഴപ്പമില്ല. അത് EMS നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ ആയിരുന്നു. ഓരോ ജാതിക്ക് ഓരോ തൊഴിലെന്നുള്ളത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. അല്ലെങ്കിൽ എല്ലാ ജാതിക്കാരും ഒരേ തൊഴിൽ തന്നെ ചെയ്യും, പല തൊഴിലുകളും ചെയ്യാൻ ആളില്ലാതെ ആ രാഷ്ട്രം നശിച്ചു പോകും. ആ കാലത്തുള്ള ഏറ്റവും വലിയ പുരോഗമനാത്മകമായിട്ടുള്ള ഒന്നായിരുന്നു വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ പിൽക്കാലത്ത് ചിലർ അതിനെ ദുരുപയോഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ടും, ചിലർക്ക് തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് തങ്ങൾക്കും ബ്രാഹ്മണനാവാൻ ഇപ്പോഴും അത് സംഭവിക്കും, തങ്ങൾക്കും ബ്രാഹ്മണനാവാനുള്ള അവകാശമുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് പിന്നോക്കം മടങ്ങി ഉൾവലിഞ്ഞ് അവർ അത് തിരുത്താനുള്ള നവോത്ഥാന ശ്രമങ്ങൾ ഉണ്ടായില്ല. അത്തരം ഒരു നവോത്ഥാന ശ്രമമാണ് ഈ മോഹൻ ഭാഗവതിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോഴും നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ ജനാധിപത്യ രാജ്യം ഏതൊരു പൗരനും അദാനിയെ പോലെ സാമ്രാജ്യമായി വളരാനുള്ള അവകാശം നൽകുന്നില്ലേ? എന്തേ ഞങ്ങൾ പിന്നോക്കമെന്ന് പറഞ്ഞ ആൾക്കാർ മാറി നിൽക്കുന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും പറ്റിയ ലൈസൻസ് രാജില്ലാത്ത ഈ ഇക്കോ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വ്യവസായങ്ങൾ പടുത്തുയർത്തിക്കൂടാ? വലിയ വ്യവസായങ്ങൾ പടുത്തുയർത്താൻ കഴിയില്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പിന്നോക്കക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുണ്ട്. അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പണം കൊടുക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളുണ്ട്.
അതൊക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഓണ്ടർപ്രീനർഷിപ്പോടുകൂടി സംരംഭകത്വത്തോടുകൂടി വരാതെ ഞാൻ ഇന്ന ജാതി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണെന്നുള്ളൊരു വിചാരത്തോട് പിന്നോക്കം വലിയുക. നിങ്ങൾ മുന്നോട്ട് വരണം. ഞാൻ ഏതൊരു ഇന്ത്യൻ പൗരനെ പോലുള്ള അവകാശങ്ങളുള്ള വ്യക്തിയാണ്, എനിക്ക് മുന്നോട്ട് വരണം. അയ്യങ്കാളിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദീപസ്തംഭം. അയ്യങ്കാളിയെ പോലെ മുന്നോട്ട് വെല്ലുവണ്ടിയിൽ അന്നത്തെ കാലത്ത് സഞ്ചരിച്ചതുപോലെ നിങ്ങൾ വ്യവസായ സാമ്രാജ്യങ്ങൾ തുടങ്ങി അദാനിയാവണം. അദ്വാനിയല്ലേ ഞാൻ പറയുന്നത്, അദാനിയായിട്ട് മാറണം. അതാണ് നിങ്ങൾ വേണ്ടത്. സർ, അപ്പോൾ ഈ RSS സർസംഘചാലക് പറഞ്ഞത് ഹിന്ദുക്കള് ജാതി നോക്കാതെ എല്ലാ ജാതിക്കാർക്കും പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ, എല്ലാ ജാതിക്കാർക്കും കുടിവെള്ളം എടുക്കാനുള്ള കിണർ, എല്ലാ ജാതിക്കാർക്കും മൃതദേഹം സംസ്കരിക്കാനുള്ള ശ്മശാനം, പൊതു ശ്മശാനം, പൊതു കിണർ, പൊതുക്ഷേത്രം. വേർതിരിവ് പാടില്ല. അതിനപ്പുറം ഒരു കാര്യം കൂടെ ഞാൻ പറയും. മിശ്ര വിവാഹം, പണ്ടിവിടെ പന്തിഭോജനമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ജാതികൾ തമ്മിൽ പരസ്പരം ക്രോസ് മാരേജ്, അതാണ് നല്ലത്, അതാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി ദാറ്റ് ഈസ് ദ റൈറ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരേ കുലത്തിൽ നിന്ന് തന്നെ തുടർച്ചയായിട്ട് നിങ്ങൾ വിവാഹം ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ DNA മാത്രമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. കാലക്രമേണ ആ DNA എന്ന് പറയുന്ന അഡാപ്റ്റബിലിറ്റി ഇല്ലാത്ത ഒന്നായിട്ട് മാറുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതേസമയം ക്രോസ് മാരേജ് ആണെങ്കിൽ അവിടെ DNA തമ്മിലുള്ള ഒരു ക്രോസിങ് വരികയാണ്. അതിൽ നിന്നാണ് കൂടുതൽ അഡാപ്റ്റബിലിറ്റി ഉള്ള ഫിറ്റസ്റ്റ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ ഡാർവിൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ സർവൈവൽ വാല്യൂ ഉള്ള ഫിറ്റായിട്ടുള്ള പ്രോജനി എന്ന് പറയുന്ന കുട്ടികൾ ജനിക്കുക. അപ്പോൾ അതുകൊണ്ട് മിശ്ര വിവാഹത്തെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഒരു വേർതിരിവുമില്ലാതെ. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എങ്ങനെ കാലഘട്ടത്തിൻ്റെ ഹിന്ദു സമൂഹത്തിൻ്റെ ആവശ്യമാവുന്നു നോക്കൂ. ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മുടെ സംഭാലിൽ അവിടെ കൂട്ടക്കുരുതി നടന്നപ്പോൾ ഉദ്ഘോഷിക്കപ്പെട്ട ഒരു മന്ത്രമാണ് ഹിന്ദു സമൂഹം ഒന്നിച്ചു നിന്നെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ പോലെ ഇവിടെയും സംഭവിക്കും. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവരുടെ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ, പൂർവാധികം ശക്തിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണത്. ആ പ്രക്രിയ കണ്ടപ്പോൾ മനം നൊന്ത് യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ്, ഹിന്ദു സമൂഹം ഒന്നിച്ചു നിൽക്കണം. ജാതി പറഞ്ഞ് വേർതിരിഞ്ഞ് നിൽക്കുകയല്ല, ഒന്നിച്ചു നിൽക്കണം. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മോഹൻജി ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. അത് ഹിന്ദു സമൂഹം ഏറ്റെടുക്കേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറയും ഞങ്ങൾ ജാതിയിൽ നിങ്ങൾ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ശരിയാണ്, പിന്നോക്കാവസ്ഥയിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് സംവരണം ലഭിക്കുന്നത്. ഈ സംവരണം എന്ന് പറയുന്ന ഭരണഘടന ആരുടെ ഔദാര്യമല്ല, അത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ആ ആനുകൂല്യം കിട്ടുന്നത് നിങ്ങൾ പിന്നോക്കാവസ്ഥയിലാണ്. 70 വർഷങ്ങളായിട്ട് നിങ്ങളത് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇപ്പോൾ നാറാണക്കല്ല് വെച്ച ദാരിദ്ര്യത്തിൻ്റെ നശിച്ച് നാറാണക്കല്ല് വെച്ച സവർണ ഹിന്ദു സഹോദരന്മാരാണ്. അവരെ ഈ അയിത്തമോ ഈ ദുരാചാരങ്ങളോ ഒന്നും നടത്തിയിട്ടുള്ള ആളുകളുമല്ല. ആ ശിക്ഷ തീർച്ചയായിട്ടും അവരെ ഒരു എന്താ പറയുന്നത്, ഒരു കുരിശും അതെ അതിൻ്റെ മുൾക്കിരീടം അവർ പേറുകയാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഐക്യമത്യത്തോടു കൂടി തന്നെ ക്രോസ് ജാതികൾക്ക് അപ്പുറമുള്ള വിവാഹങ്ങൾ, ജാതി നോക്കാതെ, ജാതിയും ജാതകവും നോക്കാതെയുള്ള വിവാഹങ്ങൾ. കാരണം ജാതകം നോക്കി പല കുടുംബങ്ങളിൽ ഇരുന്നിരുന്ന കല്യാണം നടക്കാതെ കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, അനന്തര തലമുറകളില്ലാതെ വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ ജാതകം എന്ന് പറയുന്ന അതിന് പ്രാധാന്യം കൊടുക്കാതെ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഉള്ള കല്യാണങ്ങളും ഉണ്ടായാൽ അത് ഏറ്റവും വലിയൊരു ഹിന്ദു സമൂഹത്തിന് ഈ നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ നവോത്ഥാനമായിരിക്കും. നമുക്ക് നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു പിണറായി വിജയൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്വയം നന്നാവുക. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഉടന്തടി സമ്പ്രദായം എന്ന് പറയുന്ന സതി സമ്പ്രദായത്തെ, ബാല്യവിവാഹത്തെ ഒക്കെ നിഷ്കരുണം, നിർദാക്ഷിണ്യം അടിച്ച് പുറത്താക്കി, അടിച്ചു തളിച്ച് ശുദ്ധിയാക്കിക്കൊണ്ടാണ് ഹിന്ദുമതം സഞ്ചരിച്ചിട്ടുള്ളതെന്ന് അഭിമാനപൂർവ്വം പറയാം. അല്ലാതെ നൂറ്റാണ്ടുകളുടെ കെട്ടുപാടുകൾ കെട്ടിയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മതമല്ല. അത് മുന്നോട്ട് പോകട്ടെ. അതിൻ്റെ ജാതി എന്ന് പറയുന്ന പിശാചിനെ ഉച്ചാടനം ചെയ്യണം. മതം തിന്ന് ജീവിക്കുന്നവരല്ല, മറിച്ച് മതം ആചരിക്കുന്നവരാണ്. അതെ, അതാണ് മോഹൻ ഭാഗവതൻ്റെ ഈ ഒരു സന്ദേശം ഇന്ത്യ മുഴുവൻ എത്തേണ്ട ഒരു സന്ദേശമാണ്. അതുപോലെ തന്നെ ഈ സന്ദേശത്തിൻ്റെ ഒരു അലയരി ഇന്നിപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള കൺവെൻഷനുകൾ, സംസ്ഥാനം വികസിത കേരളം കൺവെൻഷനുകൾ നടക്കുകയാണ്. അവിടെയും നമുക്കതിൻ്റെ ഒരു പ്രതിധ്വനിയാണ്. അദ്ദേഹം തന്നെ മുദ്രാവാക്യം എന്താ? കേരള ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുക എന്നുള്ളതല്ല. CPMൻ്റെ ആ നശീകരണ നിഷേധ രീതിയല്ല അവർ സ്വീകരിക്കുന്നത്. അവർ ആദ്യം ജനങ്ങൾക്ക് സേവനം ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് കാര്യം പറയും. സേവനമാണ്. അർഹിക്കുന്ന കൈകളിലേക്ക് സേവനം എത്തിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി വരുമ്പോഴും നമുക്ക് ഈ ദേശസ്നേഹത്തിൻ്റെ മറിച്ച് ഉന്മൂലനമല്ല അല്ല അതിൻ്റെ പ്രചോദനം അവിടെയും അലയടിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊരു വ്യത്യസ്തമായി വേറിട്ടൊരു പാർട്ടിയായിട്ട് BJP വളരണമെങ്കിൽ സേവനമാദ്യം, സമരം തന്നെ എന്നുള്ള ഒരു നിഷ്ഠ സ്വീകരിക്കേണ്ടി വരും. RSS അതുപോലെ തന്നെ എല്ലാവരുടെയും വിശ്വാസ്യത, ഹിന്ദു സമൂഹത്തിൻ്റെ എല്ലാം വിശ്വാസ്യത ആർജിക്കാൻ അതായത് ഒരു ക്ഷേത്രം, ഒരു കിണർ, ഒരു ശ്മശാനം എന്ന തത്വത്തിൽ മുറുകി പിടിച്ചുകൊണ്ട് എതിർപ്പുകൾ വരും, മുന്നോട്ട് തന്നെ പോകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.